ഗൈസ് വെൽക്കം ബാക്ക് ടു ഏഷ്യൽ. അപ്പോൾ നമുക്ക് ചന്തേൻ്റെ ബാക്കി വിശേഷങ്ങൾ ഉണ്ടാകും. ഒരു സൈഡിൽ നിറച്ച് പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറും 10 റുപ്യയുള്ളൂ. ഞാനെല്ലാം ഭാരി കോരി എടുത്തിട്ടുണ്ട്. വേഗം ചെന്നിട്ടുണ്ട് ഇപ്പം എടുക്കുക. അല്ലെങ്കിൽ ചന്തക്കാരെല്ലാം പോയിക്കണ്ടേ പിന്നെ ഒന്നും കിട്ടിയല്ലേ മക്കളെ. വേഗം വന്നോ. പിന്നെ എൻ്റെ കണ്ണിലൊടുക്കിയ ഒരു സാധനമാണ് ഈ ക്യൂട്ട് സാധനങ്ങൾ കേട്ടോ. നമുക്ക് ജേണലെല്ലാം ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. എന്താണെന്നറിയില്ല, ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളടുത്തൊക്കെ ഭയങ്കരമായിട്ട് കണ്ണിലൊടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ വേറെ നോക്കുക. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഓളെ സൗന്ദര്യം ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓള് നല്ല പുച്ഛഭാവലിട്ട് നിൽക്കട്ടോ. അങ്ങനെ ഓളെ പുച്ഛഭാവം കാണാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എന്താ പൂക്കള ഭാവം കാണാൻ വേണ്ടി പോയി. പൂക്കള ഭാവം കണ്ടേരോ ഒന്നിന് 350 റുപ്യാന്ന് പോലും. എന്നാൽ പിന്നെ അഭാവം കാണാണ്ട് ഞാൻ വേഗം വയലിലോട്ട് പോയി. വയലിലോട്ട് പോയാലും തന്നെ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാടുന്ന് കുറച്ച് കമ്മലെല്ലാം നോക്കി തിരിഞ്ഞ് കളിച്ച് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടായി. പിന്നെയാണ് ഈ അച്ചാച്ചൻ എന്നെ കണ്ണിലുടക്കിയത്. ഈ അച്ചാച്ചനെ ഭയങ്കര ഷോ. മൂപ്പര് പാടുന്ന പാട്ടല്ലെങ്കിൽ മൂപ്പര് പാടുന്ന പാട്ടാന്ന് വിചാരിച്ചിട്ടുള്ള ഭയങ്കര ഷോ. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. പിന്നുള്ളത് ഈ മരണക്കുണ്ട്, ധോണിത്തൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളുണ്ട്. എല്ലാവരും വേഗം പോയി. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.